ആഘോഷം ദാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ പതിവ് തെറ്റിക്കാതെ ഒരു മാസ് ലുക്കിലാണ് ചാക്കോച്ചൻ ഇത്തവണയും എത്തിയിരിക്കുന്നത് അല്ലേ. അപ്പൊ വീണ്ടും ത്രില്ലർ സിനിമ, വീണ്ടും ഒരു പോലീസ് കഥാപാത്രം. നമ്മളെല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞു സമാധാനം കുറച്ചധികം ഈ സിനിമയിൽ കിട്ടുന്നുള്ളത്. പക്ഷെ എന്നാലും പണ്ട് നമ്മൾ പറയും ചാക്കോച്ചൻ്റെ സിനിമ കാണാനായിട്ട് പോവുകയാണെങ്കിൽ ഡാൻസ് ഒക്കെ കണ്ട് റൊമാൻസ് ഒക്കെ കണ്ട് നമുക്ക് ഹാപ്പി ആകാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പോൾ കുറച്ചധികം ടെൻഷനിലാണ് ചാക്കോച്ചൻ്റെ ഓരോ സിനിമയും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലുണ്ട്. സോ ഹൗ യു ഫീലിംഗ്? പുതിയ സിനിമ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത്രയും വലിയ ക്രൗഡിന് മുന്നിൽ ചാക്കോച്ചൻ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? भाई और बहनों, मेरे प्यारे दोस्तों, हमारे प्रोडक्शन हाउस मुंबई से आया है, इसलिए हिंदी में शुरू किया. इन्हीं मलयाളത്തിൽ എന്തുണ്ട് വിശേഷം? സുഖം? ഉന്മാദം സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ മലയാളികളെയൊക്കെ ഇന്ന് പ്രത്യേകിച്ച് ഉന്മാദത്തിലാഴ്ത്തിയ ഒന്ന് രണ്ട് വാർത്തകൾ നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കി മാറ്റാം. The one and only, the best of the best, national award for the best actor മമ്മൂക്കയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. So big congratulations to Mammookka from all our heart. നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായ മമ്മൂക്കയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് മികച്ച നടനുള്ളത്. അതുപോലെ തന്നെ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്ക് മികച്ച മലയാള സിനിമ, നമ്മുടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. സോ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ മലയാള സിനിമയിൽ നിന്നും എന്താ പറയുക, അവിസ്മരണീയമായ അഭിമാനമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് ഈ വേദിയിൽ നിങ്ങളോടൊപ്പം, എല്ലാ മലയാളികളോടൊപ്പം, ഉന്മാദം ടീമിനോടൊപ്പം ഈ വേദിയിൽ നിങ്ങളോട് ഒപ്പം ചേർന്ന അഭിനന്ദനങ്ങൾ ആഘോഷമാക്കി മാറ്റാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നേഴ്സ്, ഓൾ ദ വിന്നേഴ്സ് ഓഫ് നാഷണൽ അവാർഡ് ഇപ്രാവശ്യത്തേത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ കിരൺ ദാസ് എന്ന പുതുമുഖ സംവിധായകൻ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്ത് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഉന്മാദം. അതുപോലെ തന്നെ അദ്ദേഹം ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിനോടൊപ്പം ചേരുന്ന ആദ്യത്തെ ഒരു സിനിമയും കൂടിയാണ്. ഷാഹിയുടെ കൂടെ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഉന്മാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എവിടെ ഷാഹിന്ദി ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ആ ഒരു സ്നേഹമുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ ലിജോമോളുടെ കൂടെ ആദ്യമായിട്ടൊരു വേദി, ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ സാധിച്ചു. ഇവിടെ വേറെ ഉണ്ണി ലാലുവൊക്കെ വന്നിട്ടുണ്ട്, ഉണ്ണി ഗൂഗിളിൻ, അവരോട് കൂടെ ഞാൻ വേറെ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോട്ടാസ്, രണ്ട് ചോട്ടാസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇഷ്ടപ്രഭ, എൻ്റെ തിരിച്ചുവരവിലെ ഗുലുമാല തൊട്ടുള്ള ഒരു അഭിനയ എന്താ പറയുക അഭിനയം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, പിന്നെ ഈ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരുപാട് ആൾ, സുധീഷുണ്ട്, ഷാജു ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ അതിനപ്പുറം ഉന്മാദം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ നേരത്തെ പലരും പറഞ്ഞ പോലെ പോലീസ് കഥ അല്ലെങ്കിൽ ഡാർക്ക് ത്രില്ലർ മിസ്റ്ററി എന്ന് പറയുന്നതിനപ്പുറം എന്താണ് ഉന്മാദത്തിന് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളൊരു ഒരു ഒരു ആലോചന പുറത്താണ് ഉന്മാദം സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കഥ വർഷങ്ങൾക്ക് മുമ്പ് പല രീതികളിൽ പല ആളുകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളൊരു കഥയാണ്. പക്ഷെ അത് ഉന്മാദം എന്ന സിനിമയായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു പരിണാമം ഏറ്റവും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം ആ കഥയ്ക്കും തിരക്കഥയ്ക്കും അതിൻ്റെ അവതരണത്തിലും എല്ലാം വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫേർട്ട് എടുത്തിട്ടുള്ളത്. അത് ക്യാമറയുടെ മുമ്പിലും പിൻപിലും അല്ലെങ്കിൽ കൂടെയും നിന്നിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഉന്മാദം ഒരിക്കലും ഒരു എന്താ പറയുക, നിങ്ങളെ രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് ഭയപ്പെടുത്തുന്ന സിനിമയായിരിക്കും. അത് നിങ്ങൾക്ക് രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാനായിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കട്ടപ്പണി എടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു ടീസർ റിലീസ് ചെയ്ത സമയത്ത് അതിനുള്ളൊരു റെസ്പോൺസും അത് ഇപ്പോൾ ഈ ട്രെയിലർ റിലീസിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എന്താണ് ഉന്മാദം എന്നുള്ള സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ട്രെയിലർ തന്നെയായിട്ട് മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഒരു എന്താ പറയുക, നമ്മളൊരു ഫുട്ബോളിൻ്റെ ഒരു ആവേശവും എല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. സോ അപ്പം ഇപ്പോൾ ആ ഒരു ഫുട്ബോളിൻ്റെ ഉന്മാദം മാറി സിനിമ തിയേറ്ററിൽ ഉന്മാദം എന്ന സിനിമയുടെ ഉന്മാദത്തിൽ നിങ്ങളെല്ലാവരും ചേരണം അല്ലെങ്കിൽ ചേരും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഉന്മാദം സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്.
ഈ മാസം 31 നിങ്ങളെല്ലാവരും ഇവിടെ ഈ ഒരു വേദിയിൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കർക്കിടക മാസം തുടങ്ങി, അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ആവേശമൊക്കെയാണ്. പക്ഷെ അതിനപ്പുറം സിനിമയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ വരുന്നത് ഞങ്ങൾക്കൊരു ഊർജ്ജം തന്നെയാണ്. സോ താങ്ക് യു. ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സമയം കണ്ടെത്തി ഈ സ്നേഹം ഞങ്ങൾക്ക് കാണുവാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് വന്നതിന് ഒരുപാട് നന്ദി. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയായിട്ട് തന്നെ ഉന്മാദം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ 100-110% ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ട്രെയിലറിലൂടെയും ഇനി അതിനുശേഷമുള്ള ഗാനങ്ങളിലൂടെയും 31-ാം തീയതി തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമയിലൂടെ അത് ഞങ്ങൾക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഉന്മാദം. നേരത്തെ എൻ്റെ പേര് ചോദിച്ചില്ല, അമിൻ. ഓക്കെ, നേരത്തെ അമിൻ സൂചിപ്പിച്ച പോലെ ഇതിൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയല്ലാതെ ആവാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആൾക്കാരുടെ കൗതുകം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇമോഷൻസ് ഉണ്ട്, ത്രില്ലുണ്ട്, മിസ്റ്ററി ഉണ്ട്, ഡാർക്ക്. ഇതിന് മുമ്പുള്ള ഷാഗി സിനിമകളുടെ അത്ര ഡാർക്ക് അല്ല. എന്തായാലും അത് തിരക്കഥാകൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറിച്ച് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. പുള്ളി വിളിച്ചെന്നു വെച്ചാൽ പുറത്തോളൂ. സോ ഉന്മാദം എന്നുള്ള സിനിമ 31-ാം തീയതി തിയേറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്നേഹവും ഈ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ലഭിക്കും, അല്ലെങ്കിൽ നൽകും എന്നുള്ള വിശ്വാസത്തോടുകൂടി താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ചാക്കോച്ചനങ്ങൾ നന്ദി പറഞ്ഞെങ്കിലും നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഉന്മാദം തരുന്ന കുറേ കാര്യങ്ങൾ ചാക്കോച്ചൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ചാക്കോച്ചനോട് അത്രയും സ്നേഹം ഉള്ളിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും രോമാഞ്ചം ഒരല്പം കൂട്ടുന്നതിനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചാക്കോച്ചനെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. വിത്ത് യുവർ പ്രസൻസ് ഹിയർ ഓൺ ദ ഫ്ലോർ, we are presenting this video for you, and this is a love for you. അത് കാണാം, നമുക്ക് കാണാൻ. നിങ്ങൾ റെഡിയാണോ? ഇപ്പോൾ 2026 ഓൾമോസ്റ്റ് 29 ഇയേഴ്സ് അല്ലേ, 30 വർഷമായിട്ട് ഇങ്ങനെ അതേ ചാമ്പോട് കൂടി അതേ സ്റ്റൈലോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ പറയുള്ള സീക്രട്ട് എന്താണ് ചാക്കോച്ച? അതിന്റെ പറയുള്ള ഉന്മാദം എന്താണ്? വാട്ട് ഈസ് മേക്കിംഗ് യു ദിസ് വൈബ്രന്റ് ആൻഡ് ദിസ് എനർജറ്റിക് എവറി ടൈം? എനിക്ക് വാക്കുകളില്ല. കാരണം ഞാൻ എന്നെ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ വിശ്വസിച്ച, എന്നെ സ്നേഹിച്ച പ്രേക്ഷകരോട്, സിനിമാ പ്രവർത്തകരോട്, സിനിമാ ലോകത്തിനോടുള്ള നന്ദിയാണ്. അപ്പം ആ നന്ദി, ആ സ്നേഹം തിരിച്ചു നൽകുക എന്നുള്ളത് നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയുമാണ്. അതിൻ്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരിക്കും ഉന്മാദവും അതിലെ ശൈലിയും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്തോ ആരാ വിളിക്കുന്നേ? ആരാ? ഇയാളാണോ? വരുന്നോ? ചോട്ടയും കൊണ്ട് വിട്ടോ. കുറെ നേരമായിട്ട് ചാക്കോച്ച എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു മെടുക്കനാണ് ഇതാ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പേരെന്താ? ലയാൻ. അടിപൊളി. ഇങ്ങനത്തെ ചോട്ടകൾ ഇപ്പോഴും ഉള്ളതാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദി. ചോട്ടാസും ബഡാസിന്റെ ബഡാസും എല്ലാം കൂടി ചേർന്ന് ഇപ്പോഴും ഈ ചാക്കോച്ചനെ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചനായിട്ട് നിലനിർത്തുന്നതിൽ ഒരുപാട് സന്തോഷം. അത് ഈ ചോട്ടായ്ക്ക് ഒരു സിംബോളിക്കായിട്ട് ഒരു ഉമ്മ കൊടുത്തു. തിരിച്ചൊരുമ്മ വരുമോ? ലേഡീസിന്റെ കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോ ലിയയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാരാണ്? സനീഫയ്ക്കാണോ? അത് അവൻ്റെ അച്ഛനും അമ്മയോട്. അപ്പൊ ഈ ഒരു സ്നേഹവും എല്ലാം തന്നെയാണ് എന്നെ നിലനിർത്തുന്ന ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ കഴിവുകളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നതിന്, ഇപ്പോഴും തരുന്നതിന്, നൽകുന്നതിന് നിങ്ങളോടെല്ലാവരോടും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഐ ലവ് യു ഓൾ ഓഫ് യു ഗൈസ്. താങ്ക് യു. ചാക്കോച്ച, ഒരു കാര്യം കൂടെ ഒബ്വിയസ്ലി ചാക്കോച്ചൻ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഡാൻസ് കളിക്കോ എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ട്രെയിലർ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റ് ആയതുകൊണ്ട് ട്രെയിലർ ലോഞ്ച് ചെയ്തതിന് ശേഷം ചാക്കോച്ചൻ്റെ ഡാൻസ് ആവാല്ലേ നമുക്ക്? എൻ്റെ അടുത്ത് ഇവിടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്ഷൻ കമ്പനി ബോംബെ എന്നുള്ള ആൾക്കാരാണ്. സോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡാൻസ് ചെയ്ത് പരിപാടി കുളമാക്കരുത്.
സോ താങ്ക് യു മനോരമ സ്റ്റുഡിയോസ് ഫോർ മേക്കിംഗ് ദാറ്റ് ഓഫർ ടു മീ. സോ അവർക്ക് വേണ്ടി എന്തായാലും നൃത്തം ചെയ്യുന്നില്ല. നമ്മുടെ ഓഡിയോ ലോഞ്ച് വരുമ്പോൾ ആ സമയത്ത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ അമ്മിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നു ചോദിച്ചാൽ മതി അല്ലേ. എന്തായാലും ട്രെയിലർ പരിപാടി എന്തിനാണോ നമ്മളിവിടെ വന്നത് ആ പരിപാടി അത് നടക്കട്ടെ. അത് നടന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് സീ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കാതെ ട്രെയിലർ ലോഞ്ചിലേക്ക് തന്നെ പോകാം അല്ലേ. അപ്പോൾ ചാക്കോച്ചൻ ഓൾറെഡി ഇതാ നമ്മളോടൊപ്പം സ്റ്റേജിലുണ്ട്. ആൻഡ് നൗ ടു മേക്ക് ദിസ് എ പിക്ചർ പെർഫെക്റ്റ് മൊമെന്റ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ട്രെയിലർ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിനായിട്ട് we need the stars of the film on stage as well.